കഥ തുടങ്ങുന്നത് കൊടൈക്കനാലിലെ ഒരു സാധാ ഗ്രാമത്തിലെ താമസക്കാരിയായ നമ്മുടെ കഥാനായികയായ ഷെൻബകത്തെ കാണിച്ചുകൊണ്ടാണ്. ഷെൻബകം അഥവാ ഷെൻബ എന്നാണ് അവളെ വിളിക്കുന്നത്. പണ്ട് മുതലേ അവൾക്ക് കൊറിയൻ ഡ്രാമാസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി അവിടുത്തെ ആ ഒരു ഫാന്റസി ലൈഫും കാര്യങ്ങളും ഒക്കെ കണ്ട് കൊറിയയിൽ പോകണം എന്നത് ഭയങ്കര ആഗ്രഹമാണ്. അതിനുവേണ്ടി അവൾ കൊറിയൻ ഭാഷ പോലും പരിമിതമായ അവൾക്ക് ലഭ്യമായിട്ടുള്ള ആ ഒരു ഇന്റർനെറ്റ് സംവിധാനം ഒക്കെ ഉപയോഗിച്ച് തനിയെ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഒബ്സസ്ഡ് ആണ് അവൾ കെ പോപ്പ്, കെ ഡ്രാമ, കൊറിയൻ എന്ന ഒരു കാര്യങ്ങളിലൊക്കെ. അവളാകട്ടെ ഇപ്പോഴേ ചോപ്സ്റ്റിക്സ് വെച്ച് മാഗി ഒക്കെ കഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുട്ടിക്കാലത്ത് കൊറിയൻ നാട്ടിലെത്തിയ ഒരു തമിഴ് പ്രിൻസസിന്റെ വേഷം സ്കൂൾ ഡ്രാമയില് സെൻബ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിനുശേഷമാണ് അവളുടെ സെൻബകം എന്ന പേര് ഷെൻബ എന്ന് എല്ലാവരും വിളിക്കുന്ന രീതിയിലേക്ക് മാറിയത്. ആ ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്നത് വരെ തമിഴ്നാട്ടിൽ നിന്ന് കൊറിയയിൽ പോയി ജീവിച്ച ഒരു പ്രിൻസസിനെ പറ്റി സെൻബയ്ക്ക് അറിയുണ്ടായിരുന്നില്ല. ആ ഒരു പ്രിൻസസിന്റെ പേരാണ് സെൻബ എന്നത്. ആ പ്രിൻസസ് അവിടെ തമിഴ് ഇൻഫ്ലുവൻസ് ഒക്കെ കൊറിയക്കാർക്കിടയിൽ പരത്തിയതും അവരുടെ ആ ലൈഫും ഒക്കെ വല്ലാണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് നമ്മുടെ ഈ സെൻബയും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, പല കൊറിയൻ വാക്കുകളും തമിഴ് വാക്കുകളും തമ്മിൽ വല്ലാത്ത ഒരു സാമ്യമുണ്ട് കേൾക്കുമ്പോൾ, ആ ഒരു പ്രൊനൗൺസിയേഷനിലും അർത്ഥത്തിലും ഒക്കെ. അങ്ങനെ അതിനുശേഷമാണ് അവൾ സെൻബ എന്ന ആളുകൾക്കിടയിൽ അറിയപ്പെട്ടതും അത് തലയ്ക്ക് പിടിച്ച് കൊറിയയിലേക്ക് പോകണമെന്ന രീതിയിൽ അവൾ സ്വയം സെൻബയായി മാറിയതും. എന്തായാലും കൊറിയ എത്രത്തോളം സെൻബ ഇഷ്ടപ്പെടുന്നോ അതേ കണക്ക് തന്നെ അവൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളുണ്ടായിരുന്നു. അത് മണി എന്ന ഒരു പയ്യനാണ്. ആ പയ്യനോട് ഇതുപോലെ അവൾക്ക് കൊറിയ പോകാനൊക്കെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അവൻ നല്ലൊരു പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനെന്താ, കൊറിയ പോകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് അവളോട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കൊറിയക്കുള്ള ടിക്കറ്റ് വാങ്ങി ട്രെയിൻ കയറി പൊക്കോളനെ പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കൊറിയയിലേക്ക് ഒരു ടിക്കറ്റ് എന്ന് പറയുമ്പോൾ കൊറിയയിലേക്ക് ട്രെയിൻ ടിക്കറ്റോ പോകച്ചെന്ന് പറഞ്ഞ് അവളെ ഓടിച്ചു വിടുന്നുണ്ട്. ഇവര് ടിക്കറ്റ് തന്നില്ലെങ്കിൽ എന്താ, വരുന്ന ട്രെയിനിൽ ഞാൻ കയറി പോകുന്നു പറഞ്ഞ് അവൾ കുറെ നേരം അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൊറിയയിലേക്കുള്ള ട്രെയിൻ വരാൻ ഈ മണി പറഞ്ഞതും വിശ്വസിച്ച് കുത്തിയിരിക്കുന്നുണ്ടെങ്കിലും ഒരു ഫലം ഉണ്ടായില്ല. അവൾ ഇങ്ങനെ അവിടെ പോയി ഇരിക്കുന്ന കാര്യം അറിഞ്ഞ് അച്ഛൻ ഭയങ്കരമായി അവളോട് ദേഷ്യപ്പെട്ടത് മാത്രമാണ് മിച്ചം. അവൾ കാര്യങ്ങൾ പറയുമ്പോൾ ആ മണിക്കേ വട്ട, നിനക്കും അത്രയും പോലും ബോധമില്ലായിരുന്നോ? കൊറിയക്കൊന്നും ട്രെയിനിൽ പോകുന്ന ഒന്നും നടക്കുന്ന കാര്യമല്ല, ഫ്ലൈറ്റിൽ പോകണം, അതും കോയമ്പത്തൂർ എന്നിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി പോകണമെന്ന് അച്ഛൻ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷെൻബയുടെ അച്ഛന് ഒരു കുഞ്ഞു ഹോട്ടലാണ് നാട്ടിലുള്ളത്. ഷെൻബയെ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിച്ച് നല്ലൊരു ഹോട്ടലൊക്കെ ഇട്ട് അവൾ ആ ഹോട്ടലിന്റെ കാര്യങ്ങൾ നോക്കി നടത്തി നല്ല മുതലാളിയായി മുന്നോട്ട് പോകണം എന്ന രീതിക്കാണ് അച്ഛന് അവളെ പറ്റിയുള്ള ആഗ്രഹമുള്ളത്. എന്തായാലും ഷെൻബയുടെ മനസ്സൊക്കെ കൊറിയ തന്നെയാണല്ലോ. ഒരു ദിവസം അവളും ഫ്രണ്ട്സും മഴയത്ത് ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കുന്ന ടീം എല്ലാവരും പഠിച്ച് വലുതായി ആരാകണം എന്ന രീതിക്കൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കൊറിയ പോയാൽ മതിയെന്നായിരുന്നു ഷെൻബ പറയുന്നത്. അത് കേട്ട് ഫ്രണ്ട്സ് എല്ലാം ഭയങ്കരമായി പൊട്ടിച്ചിരിച്ച് അവളെ കളിയാക്കുന്നു. കൊറിയയിൽ പോവുക എന്നത് അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഫാന്റസി ആയിരുന്നില്ല. ഇത്രയും വലുതായ ശേഷം ഇപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റ് അണുവിട കുറയാതെ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോഴും അവൾക്ക് കൊറിയയിൽ പോകണം എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആഗ്രഹം. എന്നാലും അങ്ങനെ ഇരിക്കെ ഹോട്ടൽ മാനേജ്മെന്റ് അച്ഛൻ അവളെ പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുറത്തെന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ള ഒരു കോളേജിൽ വിട്ട്. തുടർന്ന് അതിന്റെ ഇടയിൽ സെൻബ ഒരു ബാങ്കിലേക്ക് ചെന്ന് ലോൺ ചോദിക്കുന്നുണ്ട്. അവൾക്ക് കൊറിയയിലേക്ക് പോകാനായിട്ടാണ് ലോൺ ആവശ്യപ്പെടുന്നത്. കൊറിയ പോകാനൊന്നും ലോൺ തരാൻ പറ്റില്ല എന്ന് ബാങ്ക് മാനേജർ അറിയിക്കുന്നു. ഈ കൊറിയ എന്ന് പറഞ്ഞ് ഇത്ര ഇൻട്രസ്റ്റ് ആവാൻ കാരണം എന്താണ് എന്നിങ്ങനെ പല കാര്യങ്ങൾ അവളോട് ചോദിക്കുമ്പോൾ അതിനൊന്നും എനിക്ക് ഉത്തരവില്ല. ചില താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അങ്ങനെ നമുക്ക് ഒരു കാരണമോ കാര്യമോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ സാറ് തന്നെ ഈ ഒരു ബ്രാഞ്ചിൽ എന്തിനാ ജോലി ചെയ്യുന്നത്, സാർ എന്തിനാ സാറിന്റെ പാർട്ട്ണറിനെ കല്യാണം കഴിച്ചത് എന്നിങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം കാണില്ലല്ലോ. അതേ കണക്കായി എനിക്ക് കൊറിയയിലുള്ള ഇഷ്ടവും എനിക്ക് അവിടെ പോകണം, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് ലോൺ തന്നാൽ അവിടെ പോയിട്ട് ഞാൻ ജോലി ചെയ്ത് കാശ് അയച്ചു തരാന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ലോൺ തരാൻ പറ്റില്ല. വേണമെങ്കിൽ പോയി പഠിക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കുക, അതിനൊരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തി തരാന്ന് മാനേജറും പറയുന്നു. എന്തായാലും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷെൻബയെ പറ്റി അച്ഛൻ നടത്തുന്ന ഹോട്ടലിലും അവളുടെ വീട്ടിലും എത്തി രണ്ടുപേരും അന്വേഷിക്കുമ്പോൾ അപ്പോഴാണ് അച്ഛനും അമ്മയും അവൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്തിരുന്നു, അതിന്റെ വേരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇവരെത്തി അന്വേഷിക്കുന്നത് എന്നറിയുന്നത് തന്നെ. നിങ്ങൾ അവളെ കൊഞ്ചിച്ച് വഷളാക്കിയതുകൊണ്ടാണ് അവളിതേ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ടില്ലേ, കോയമ്പത്തൂർ പോയി സ്വന്തമായിട്ട് പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് വന്നിരിക്കുന്നല്ല. അമ്മ ദേഷ്യപ്പെടുമ്പോൾ അച്ഛൻ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവളോട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. നീ എവിടേക്ക് പോകാൻ ഈ പാസ്പോർട്ടൊക്കെ അപ്ലൈ ചെയ്തത്? നിന്നെ നന്നായി കല്യാണം കഴിപ്പിച്ച് ആ ഹോട്ടലും നിന്നെ ഏൽപ്പിച്ച് നീ നന്നായി അത് നോക്കി നടത്തണം എന്നതാ എന്റെ ആഗ്രഹം. എന്നിട്ട് നീ എന്തി കാണിക്കുന്നതെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. നീ ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വീട്ടുകാരും ഒന്ന് അറിയട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യാതെ എന്ന് പറഞ്ഞ് അച്ഛൻ പോകുമ്പോഴേക്കും അവൾ വേഗം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയ മണിയെ വിളിക്കുന്നുണ്ട്. പക്ഷെ മണി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മണി ഒരു ബാറിൽ ഇപ്പൊ വർക്ക് ചെയ്യാണ്. അവനാകട്ടെ പേര് കണക്ക് തന്നെ മണി വിഷയത്തിൽ കുറച്ചൊരു പ്രശ്നക്കാരനാണ്. അതായത് ഇഷ്ടം പോലെ കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാശ് അവൻ തിരിച്ചു കൊടുക്കാനുള്ള ഒരാൾ. അവനെ വിളിക്കുമ്പോഴേക്കും ആദ്യം അവൻ ഉടായ്പ പരിപാടിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിലും ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറഞ്ഞ് അയാൾ അവനെ വരട്ടുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ പലതവണ സെൻബ വിളിച്ചിട്ടും മണി ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവനെ കാണാനായി നേരിട്ടെത്തുന്നു. എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, എന്ത് വിളിച്ച് എടുക്കാത്തെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഞാൻ ജോലി തിരക്കില്ലല്ലേ, പിന്നെ എങ്ങനെ എടുക്കാനാണെന്ന് അവന് ചോദിക്കുന്നുണ്ട്. എപ്പോഴും എന്റെ അച്ഛന്റെ അടുത്ത് വന്ന് നമ്മുടെ കല്യാണ കാര്യം സംസാരിക്കുന്നത് ഇത്ര നാളായിട്ട് ഞാൻ പറയുന്നു എന്നല്ല അവൾ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ വന്ന് നിന്റെ അച്ഛനോട് എന്താ പറയേണ്ടത്? ബാറി ജോലി ചെയ്യുന്ന എനിക്ക് നിന്റെ ഭർത്താവ് ആവണം, നിന്നെ കെട്ടിച്ചേരണമെന്നൊക്കെയോ? ഇത്രയും തലയ്ക്ക് മേളിൽ കടവുണ്ട്, ഒരു ജോലി ഇല്ലാണ്ട് ഞാൻ പ്രശ്നത്തില, അതിന്റെ ഇടയിൽ ഇത് നടക്കുമെന്നില്ല. പ്രശ്നമാവുന്ന മണി അതിൽ നീ സമാധാനപ്പെടുന്നെല്ലാം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ റിലേഷൻ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ സെൻബയും
സെൻബയും മണിയും ഇതുപോലെ റിലേഷൻഷിപ്പിലാണെന്ന കാര്യം സെൻബയുടെ അച്ഛൻ അറിയുമ്പോൾ മണിയെ വിളിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ചെന്നൈ വല്ലതും പോയി നന്നായി ജോലി ചെയ്തൂടെ, ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ. ആ ടീമിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു മണി സെൻബയുടെ അച്ഛന്റെ അടുത്ത് പറയുന്നത്. എന്തായാലും ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാകാം ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യന്റെ കല്യാണാലോചന ഷെൻബയ്ക്ക് വേണ്ടി വീട്ടിൽ ഏർപ്പാടാക്കുന്നുണ്ട്. തുടർന്ന് ആ പയ്യൻ വന്ന് കാണുന്ന ടീം ഷെൻബ മറ്റൊരു റിലേഷൻഷിപ്പിലാണ് എന്ന് ആ പയ്യന് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന ആ പയ്യൻ സാരമില്ല, ഞാൻ പോയി എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ ഒരു പ്രപ്പോസൽ അങ്ങ് ഒഴിവാക്കാന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും തിരിച്ച് വീട്ടുകാരുടെ അടുത്ത് ആ പയ്യൻ പറയുന്നത് പെൺകുട്ടിയെ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നാണ്. എന്തായാലും മണി അന്ന് അർജന്റായി കാണണമെന്നും പറഞ്ഞ് സെൻബ വിളിച്ചു വരുത്തുന്നുണ്ട്. തുടർന്ന് അവൻ വരുന്ന ടീം എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ അച്ഛനോട് സംസാരിക്കണം, വെറുതെ കല്യാണാലോചന എന്നൊക്കെ വീട്ടിൽ പറയുന്നെന്ന് ഞാൻ കരുതിയത്, പക്ഷെ ഇന്ന് തന്നെ ഒരു പയ്യൻ വന്ന് കണ്ടു അറിയാവും, അതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അവനോട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീം അവനായിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് മറ്റിൽ അത് കേട്ടോണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഇവർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് സെൻബയുടെ അച്ഛൻ വരുന്നു. വന്നപാടെ കാര്യം മനസ്സിലാക്കുന്ന അദ്ദേഹം മണിയെ അടിക്കുന്നുണ്ട്. ഈ ടീം മണിയെ ഡിഫെൻഡ് ചെയ്ത് സെൻബ സംസാരിക്കുന്നുണ്ട്. ഇവനൊന്നും നിന്നെ നന്നായി നോക്കാൻ പോലും പറ്റില്ല, നല്ലൊരു ജോലിയുണ്ട് ഇവൻ നിന്നെ ലാസ്റ്റ് കൈ ഒഴിയത്തുള്ളൂ, ഇവനെ വിശ്വസിക്കരുതെന്നല്ല അച്ഛൻ പറയുന്നത് സെൻബ കേട്ടതേ ഇല്ല. അവൾ മണിയെ തന്നെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുമ്പോൾ സങ്കടം വരുന്ന അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ടീം മണിയാകട്ടെ അവളോട് നീ എന്റെ കൂടെ വാ, പക്ഷേ നെക്സ്റ്റ് എന്താണ്, എവിടേക്കാണ് പോകുന്നത്, എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യവും എന്നോട് ചോദിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരാനായി അവൻ വിളിക്കുമ്പോൾ അവനോടുള്ള പ്രണയം അവൾക്ക് അത്രയും വലുതായിരുന്നത് കൊണ്ട് തന്നെ അവൾ അവന്റെ വിളി കേട്ട് പുറകിന് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഒളിച്ചോടി പോകുന്നുണ്ട്. ആ കാര്യം അച്ഛനെയൊക്കെ ഒരുപാട് സങ്കടത്തിലാക്കുന്നു. തുടർന്ന് ഇവർ ദൂരെ മാറി അവരുടേതായ ജീവിതം ജീവിച്ചു തുടങ്ങുന്നുണ്ടെങ്കിലും അതിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഒടുക്കം സെൻബകം മണിയോട് പറയുന്നുണ്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാം, അച്ഛനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ. പക്ഷെ അവൻ ഒരു രീതിയിൽ സമ്മതിക്കില്ല. നിന്നെ കൊണ്ട് എന്റെ കൂടെ നന്നായി ജീവിക്കാൻ സാധിക്കില്ല, ഞാൻ നിന്നെ നന്നായി നോക്കില്ല എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നീ തിരിച്ചു പോയാൽ എങ്ങനെ ശരിയാവും, നീ പോകണ്ട, നമുക്ക് കൊറിയയിലേക്ക് പോവാം, അതിനുള്ള വഴി നോക്കാന്നൊക്കെ അവൻ പറയുമ്പോൾ നിന്റെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ എങ്ങനെ കൊറിയയിലേക്ക് പോകാനാ, നീ എന്നെ സമാധാനിപ്പിക്കാനാണോ ഇങ്ങനെ പറയുന്നതെന്നെല്ലാം അവളും ചോദിക്കുന്നുണ്ട്. എന്തായാലും നാട്ടിൽ നിന്ന് കഷ്ടപ്പെടാം, അപ്പൊ കൊറിയയിലേക്ക് പോയി നമുക്ക് അവിടെ ജോലി ചെയ്ത് രക്ഷപ്പെടാം, നീ പോകാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് നിന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവളോട് ഫ്ലൈറ്റിന്റെ ടൈം ആകുമ്പോഴേക്കും എയർപോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്യാനായി പറയുന്ന മണി ഞാൻ പോയി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവളെ എയർപോർട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവളാകട്ടെ ഫ്ലൈറ്റ് കയറിയിട്ടും ഇവൻ എവിടെയെന്ന് കാണാതെ വിളിക്കുമ്പോൾ അവൻ പിന്നീട് കോൾ ഒന്നും എടുക്കുന്നില്ല. അവളാകട്ടെ എന്തായാലും പോവല്ലേ, അമ്മയെ വിളിക്കാവുന്ന രീതിക്ക് അമ്മയെ വിളിക്കുന്ന ടീമാണ്. ഒരു കാര്യം മനസ്സിലാവുന്നത്, നിനക്ക് ഞങ്ങളെ വേണ്ട, പക്ഷെ കാശ് വേണം അല്ലേ. അമ്മ പറയുമ്പോൾ എന്താ ഈ പറയുന്നത് മനസ്സിലാവാതെ അവൾ ചോദിക്കുമ്പോഴാണ് അവൾക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സായിരുന്നു എന്നും ആ എമൗണ്ടുമായി അച്ഛൻ അവളെ ഏൽപ്പിക്കാനായി വന്നപ്പോൾ മണിയാകട്ടെ അവൾക്ക് അച്ഛനെ കാണാൻ താല്പര്യമില്ലെന്ന് അറിയിച്ച് ആ കാശ് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞത് വാങ്ങിയിരുന്നു എന്ന കാര്യവും അവൾ അറിയുന്നത്. അവൾ ആകെ ഷോക്കാവുന്നു. മണി ഈ കാര്യത്തെ പറ്റി അവളോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. മണിയാകട്ടെ അപ്പോഴേക്കും ആ ഒരു കാശുമായിട്ട് വേറെ എങ്ങോട്ടോ ഉള്ള ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. അവളെ ഒറ്റയ്ക്ക് കൊറിയയിലേക്ക് പറഞ്ഞു വിടുക എന്നതായിരുന്നു അവന്റെ പ്ലാൻ. അവളെ അവന്റെ ലൈഫിൽ നിന്ന് ഈ കാശ് തട്ടിയെടുത്ത് ഒഴിവാക്കാനായി അവൻ ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. ആകെ ഷോക്കാവുന്നുണ്ട്. അവൾ സ്വന്തം കുടുംബത്തെക്കാൾ ഒരുപാട് വിശ്വസിച്ച അയാൾ അവളെ ചതച്ചിരിക്കുന്നു. നല്ല 8ന്റെ പണി കൊടുത്ത് അവളെ നാട് കടത്തുന്ന കണക്ക് ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊറിയയിൽ ലാൻഡ് ചെയ്യുന്ന ഷെൻബ അവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് കൊറിയയിൽ വന്നു എന്നാണ് അവൾ അവിടെ പറയുന്നത്. എന്തായാലും പുറത്തെത്തി ഇനി എവിടെ പോകും എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൾ ഇരിക്കുമ്പോഴേക്കും അവിടെ ഒരു റീഡ് മാജിക് നടക്കുന്നത് കണ്ട് അവൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ മജീഷ്യൻ അവളുടെ കയ്യിൽ ഒരു ചീട്ട് കൊടുത്തിട്ട് പോകുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, എല്ലാം അവസാനിച്ചെന്ന് നിങ്ങൾ കരുതുന്ന ആ ഒരു സമയത്തായിരിക്കും പുതിയൊരു തുടക്കം ഉണ്ടാവുകയെന്ന്. അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യാനായി അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് അവൾ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. റൂമിൽ കയറിയ ഉടനെ ജനാല വഴി പുറത്തേക്ക് നോക്കുന്ന അവൾ കൊറിയയുടെ മനോഹരമായ വ്യൂ കാണുന്നു. വർഷങ്ങളായി എത്തണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്താണ് അവൾ ഇപ്പോൾ അവസാനം വന്നു നിൽക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഓർത്ത് സന്തോഷിക്കാനോ എൻജോയ് ചെയ്യാനോ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ലല്ലോ അവൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര അപ്സെറ്റ് ആണ്. അപ്പോഴേക്കും മണി അവൾക്ക് ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട്. നിന്റെ എത്രയോ നാളത്തെ ആഗ്രഹമാണ് കൊറിയയിൽ എത്തിയത്, എന്തായാലും നീ അവിടെ എത്തിപ്പെട്ടില്ലേ, നീ ആഗ്രഹിക്കുന്ന കണക്ക് ജീവിക്കാൻ നോക്ക്, ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിപ്പോൾ ഇതാണ് മുന്നിലുള്ള ഒരേ ഒരു വഴിയെന്ന്. എന്തായാലും അടുത്ത ദിവസം അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടീം അവിടുത്തെ കൾച്ചറൊന്നും അവൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് അല്ല. മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും അതും വീഡിയോയിലൂടെ ഒക്കെ കണ്ടുള്ള പരിചയം അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ പരിചയമൊക്കെ അല്ലേ ഉള്ളൂ. ഇങ്ങനെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ തന്നെ ക്യൂ നിന്നാണ് അവർ വളരെ ഡിസിപ്ലിൻഡ് ആയി ബസ്സിൽ കയറുന്നത്. അങ്ങനെ ക്യൂ നിന്ന് കയറുന്ന ടീം ബസ്സിൽ ട്രാവൽ ചെയ്യാനായി അപ്പോൾ കാശ് കൊടുത്ത് നമ്മുടെ നാട്ടിലെ കണക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, അതിനൊരു കാർഡ് റീചാർജ് ചെയ്ത് അതാണ് ഉപയോഗിക്കേണ്ടത്. അതില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ബസ്സിൽ കയറാൻ സാധിക്കുന്നില്ല. അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഒരു ബിയർ ഷോപ്പ് കാണുന്നത്. തുടർന്ന് അവിടെ പോയി ഡ്രിങ്ക്സ് അടിച്ച് അവൾ ഫിറ്റായി അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഷോപ്പിന്റെ പുറത്ത് ഒരു പയ്യനും പെണ്ണും വഴക്കുണ്ടാക്കുന്നത് കാണുന്നവൾ അവളെ മണി പറ്റിച്ചു പോയ കാര്യം ഓർത്ത് ഇവനും ഇതുപോലെ ഗേൾ ഫ്രണ്ടിനെ പറ്റിക്കാണോ എന്ന രീതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് ആ പയ്യനെ അടിക്കുകയും അവിടെ തമിഴിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോയി എന്തിനാ അവനൊക്കെ വിശ്വസിക്കുന്നത്, അവനൊക്കെ വിശ്വസിച്ച എന്റെ ഗതി വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് സംസാരിച്ച് അവൾ പുലമ്പുന്നുണ്ടായിരുന്നു. എന്തായാലും അപ്പോഴേക്കും അവളെ അച്ഛന്റെ ഒരു സഹായി ഫോൺ വിളിച്ച് നാട്ടിലേക്ക് വാ, അവിടെ നിന്ന് എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അറിഞ്ഞതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വരില്ല, ഞാൻ എന്തായാലും ഇവിടെ വന്നു പെട്ടു, ഇനി ഇവിടെ എങ്ങനെയും ജീവിച്ച് എനിക്ക് വിജയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ പിന്നീട് അപ്പോൾ നടന്ന ഒന്നും അവൾക്ക് ഓർമ്മയില്ല. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലാണ്. എന്തിനാണ് തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതെന്ന് പോലും അവൾക്കറിയില്ല. എന്തായാലും അവിടെ അവളുടെ ബാഗ് ഉണ്ട്, അതിനകത്തുള്ള കാശും ഭദ്രമായിട്ടുണ്ട് എന്ന് കാണുന്ന അവൾക്ക് അപ്പോൾ താൻ നല്ല ഡ്രിങ്ക്സ് അടിച്ചതിന് പോലും കാശ് കൊടുക്കാതെ ആയിരുന്നല്ലോ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് അപ്പോഴാണ്
ഇപ്പോഴാണ് ഓർമ്മ പോലും വരുന്നത്. എന്തായാലും എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഡ്രിങ്ക്സ് അടിച്ചതിനാണോ അതോ റോഡിൽ അടി ഉണ്ടാക്കിയതിനാണോ എന്നെല്ലാം അവൾ പോലീസിനോട് തമിഴ് ചോദിക്കുമ്പോൾ തമിഴ് അറിയാത്ത പോലീസുകാരൻ മൈൻഡ് ആക്കാതിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു പയ്യൻ എത്തുന്നുണ്ട്. നമ്മുടെ സെമ്പയെ ഫൈൻ കെട്ടിവെച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി. ആ പയ്യന്റെ പേര് യോൺ എന്നാണ്. യോൺ ഒരു യൂട്യൂബർ ആണ്. ഇന്നലെ റോഡിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവളെ സഹായിക്കാനായി വന്നതാണ്. അങ്ങനെ റിലീസ് ആക്കുന്നതിന് മുന്നേ ചില ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്യാനായി അവളോട് പറയുന്നുണ്ട്. ഈ ടീം ഞാൻ സൈൻ ചെയ്യില്ല എന്ന് ഷെമ്പ പറയുന്ന ടീം ട്രാൻസ്ലേറ്റർ വഴി യോൺ അവളോട് പറയുന്നുണ്ട് ഇത് സൈൻ ചെയ്താലേ പുറത്ത് ഇറങ്ങാൻ സാധിക്കുള്ളൂ. കൊറിയയിലൊക്കെ അങ്ങനെ ഒരു നിയമമുണ്ട്. ഇങ്ങനെ റെസ്റ്റോറന്റിലോ ഷോപ്പിലോ ഒക്കെ പോയി കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്ത് ആ കാശ് അടയ്ക്കാതെ ഇങ്ങനെ ഇറങ്ങി വന്നാൽ പോലീസ് പിടിക്കുമെന്ന്. അതുകൊണ്ട് ഇനിയെങ്കിലും കെയർഫുൾ ആയിട്ട് ഇരിക്കാനായി പറഞ്ഞ് അവൻ പറയുമ്പോൾ അവൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശരി എന്നെ ഹെൽപ്പ് ചെയ്തില്ല മതി, ഇനി ഞാൻ പൊക്കോളാം, ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ വഴി അറിയാമെന്ന് പറഞ്ഞു അവൾ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും യോൺ വിടാതെ പിറകെ വരുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ ദേഷ്യം വരുന്ന അവൾ ഇതിനെന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ സ്റ്റേ ചെയ്യുന്ന വീടും ഈ ഒരു ഡിറക്ഷൻ ആണെന്നും പറഞ്ഞ് അവൻ കാട്ടുമ്പോൾ അവൾ ആകെ അവനെ തെറ്റിദ്ധരിച്ചതിൽ ചമ്മുന്നുണ്ട്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം അവൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി ബസ്സിൽ ട്രാവൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു കാർഡ് അവിടെ റീചാർജ് ചെയ്ത് വാങ്ങുന്നുണ്ട്. അങ്ങനെ അവൾ നേരെ പോകുന്നത് ഇവിടേക്ക് അവൾക്ക് വേണ്ടി മണി തയ്യാറാക്കിയ ആ ഒരു ഹോട്ടലിലെ ജോലി അന്വേഷിച്ചാണ്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അതും ഒരു തട്ടിപ്പായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഒരു ജോലി കൊടുക്കാൻ മാത്രം വലിയ ഒരു ഹോട്ടലല്ല, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരാളെ വരുത്തി ജോലി കൊടുക്കാൻ മാത്രം വലിയ പാങ്ങുള്ള ഒരു ഹോട്ടലേ ആയിരുന്നില്ല അത്. അവൾ അവിടെ അങ്ങനെ ഈ ജോലിയും തട്ടിപ്പായി പോയല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ട് നിൽക്കാണ്. ആക്ച്വലി ഈ നിമിഷം വരെ ജോലിയുടെ കാര്യം മണി പറഞ്ഞതും തട്ടിപ്പായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ജോലി കിട്ടുന്ന പ്രതീക്ഷയിലാണ് അവളിവിടെ പിടിച്ചു നിന്നത്. എന്തായാലും വീണ്ടും അവൾ അവിടെ വെച്ച് യോൺ കാണുന്നുണ്ട്. അവൻ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ ജോലിയൊന്നും കിട്ടില്ല, ഇത് സ്കാം ആണ്, തട്ടിപ്പായിരുന്നു എന്നല്ല. എല്ലാം സംസാരിക്കാനായി അടുത്തുള്ള ഒരു കഫേയിലേക്ക് അവർ പോകുന്നുണ്ട്. അവളാകട്ടെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ കലർത്തിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവൾ പറയുന്ന അങ്ങ് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താണ് അവർ അവിടെ സംസാരിക്കുന്നത്. അവനോട് സംസാരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ആണ്, ലൈഫ് സ്റ്റൈൽ കോണ്ടന്റ് ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നടക്കുന്നതിന്റെ ഇടയിലാണ് അന്ന് രാത്രി റോഡിൽ വെച്ച് അവളെ കണ്ടെത്തിയത് എന്ന കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കഫേയിൽ കുറെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കണ്ട് അത് ചെന്ന് നോക്കുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ആഡ് ആണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ നോക്കി നല്ലൊരു ജോലി കണ്ടുപിടിക്കാനായി നോക്കും. പിന്നെ ഇത് നിനക്ക് ഇവിടുത്തെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഒരു ട്രാൻസ്ലേറ്റർ ഡിവൈസും അവൾക്ക് അവൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് അവളാകട്ടെ പിന്നീട് അങ്ങോട്ട് ജോലിയൊക്കെ കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് നന്നായിട്ട് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ആകെ സങ്കടത്തിൽ അവിടെ ഇങ്ങനെ ഇരുന്ന് തന്റെ അവസ്ഥ ഇതായി പോയല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടുകയാണ്. തന്നെ ഇത്രയേറെ ചതിച്ച മണിയുടെ ഫോട്ടോസ് ഒക്കെ അവൾ അപ്പോഴാണ് ഫോണിൽ നിന്ന് പോലും ഡിലീറ്റ് അടിക്കുന്നത്. എന്തായാലും അവൾ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്ട്രീറ്റ് മ്യൂസീഷ്യൻ അവൾക്ക് ആശ്വാസമാവുന്ന കണക്ക് ഒരു നല്ല പാട്ട് അവിടെ പ്ലേ ചെയ്യുമ്പോഴേക്കും അവൾക്ക് കുറച്ച് ആശ്വാസമൊക്കെ തോന്നുന്നു. എന്തായാലും അവൾക്ക് ജോലിയൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന യോൺ അടുത്ത ദിവസം അവളെയും കൂട്ടി ഒരാളെ കാണാൻ പോകുന്നുണ്ട്. അയാളുടെ വയസ്സായ കിടപ്പായ അമ്മയെ നോക്കാനായി അയാൾക്കൊരു മെയ്ഡിനെ വേണം, ഒരു കെയർ ടേക്കറിനെ വേണം. ആ ഒരു ജോലിയുടെ കാര്യം പറയുമ്പോൾ അവൾക്കാകട്ടെ ഇന്ത്യയിൽ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യണമെന്ന് ആദ്യം ഒരു മടി തോന്നുന്നുണ്ടെങ്കിലും ജോലി വളരെ അത്യാവശ്യമായി ഇതുകൊണ്ട് തന്നെ ആ ഒരു ജോലിക്ക് അവിടെ ചേരുന്നുണ്ട്. തുടർന്ന് ആദ്യമൊക്കെ അവൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനേ. പക്ഷെ പിന്നെ അവൾ സെറ്റ് ആവുന്നുണ്ട്. ആ കിടപ്പായ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ വളരെ അമാനുഷികമായി എന്തൊക്കെയോ അവൾക്ക് ഫീൽ ആവുന്നു. ഈ അമ്മച്ചി കിടപ്പാണ്, പക്ഷെ അമ്മച്ചിയുടെ റൂമിനകത്ത് കാൽപെരുമാറ്റമൊക്കെ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവൾ അടുത്ത ദിവസം കയ്യോടെ അവിടെ ആ ശബ്ദം കേട്ട ഉടനെ കതക് തുറന്ന് നോക്കുമ്പോൾ ആ വയ്യാതെ കിടന്ന അമ്മച്ചിയാണ് അവിടെ എഴുന്നേറ്റ് നിന്ന് നടക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് സംസാരിക്കുമ്പോൾ അമ്മച്ചി ട്രാൻസ്ലേറ്റർ വഴി അവളോടും സംസാരിക്കുന്നു. എനിക്ക് അങ്ങനെ യാതൊരുവിധ കുഴപ്പമില്ല, പക്ഷെ ഞാൻ എന്റെ മകന്റെ മുന്നിൽ അഭിനയിച്ചതാണ്. സാധാരണ ഇവിടെ വരുന്ന ജോലിക്കാര് കുറെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് കണ്ടെത്തുന്നത്, അതായത് ഞാൻ അഭിനയിക്കുകയാണെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ നീ വന്ന ഉടനെ കണ്ടെത്തിയല്ലോ. ഇത് നീ എന്റെ മോനോട് പറഞ്ഞാല് ഞാൻ നീ ഇവിടെ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസിന് പിടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഒന്നും അറിയാത്ത രീതിക്ക് നീ നിന്റെ ജോലി ചെയ്തോ, ഞാൻ എന്റെ പാട്ടിനെ എൻജോയ് ചെയ്ത് പൊക്കോളാം എന്ന് പറയുമ്പോൾ അവൾക്ക് ആ ജോലി ആവശ്യമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് മറ്റുള്ള അവിടെ മുന്നോട്ട് പോകാനായി തീരുമാനിക്കുന്നു. അങ്ങോട്ട് മകന്റെ മുന്നിൽ ആ അമ്മച്ചി അപ്പോഴും കിടപ്പായ കണക്ക് തന്നെ അഭിനയിക്കുമ്പോൾ മകൻ പോയ ശേഷം ഇവർ രണ്ടുപേരും കൂടി ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഒന്നിച്ച് പുറത്തു പോകുന്നു, വീട്ടിലെ കാര്യങ്ങളായാലും എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അങ്ങനെ ഹാപ്പി ആയി പോവാണ്. എങ്ങനെങ്കിലും മണി പറ്റിച്ചു മുങ്ങിയ കാശിന്റെ കടം വീട്ടിന്റെ കാര്യങ്ങളെ പറ്റി സെറ്റ് ചെയ്യണമെന്നൊക്കെ അവൾ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന്റെ ഇടയിൽ മുത്തശ്ശി ഒരു ദിവസം അവളോട് നീ എന്താ എന്നെ പറ്റിയുള്ള കാര്യം തുറന്നു പറയാൻ ഇതുവരെ മുതിരാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ജോലിയും ഈ നാട്ടിൽ നിൽക്കുന്നതും വളരെ അത്യാവശ്യം, അതുകൊണ്ടാണ് അവൾ പറയുന്ന ടീം. മുത്തശ്ശി എന്താ മകന്റെ അടുത്ത് ഇങ്ങനെ കള്ളം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ ഞാനും അദ്ദേഹം കൂടി ചേർന്നൊരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ആ റെസ്റ്റോറന്റ് പൂട്ടി എന്റെ മകൻ അവന്റെ മക്കളെ നോക്കി ഞാൻ വീട്ടിൽ ഇരിക്കാനായി ആവശ്യപ്പെട്ടു. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും തന്നെ തുടർന്ന് അങ്ങോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എന്റെ മകനും മരുമകളും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്നെ ഏൽപ്പിച്ച് എന്നെ ഒരു കൂട്ടിലടച്ച കിളിയെ കണക്കാക്കി അവർ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ എന്തിനാ അത്രയും സഫർ ചെയ്യണം? അതുകൊണ്ട് ഞാൻ വയ്യാത്ത കണക്ക് ആ ഭാരത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായി ഇങ്ങനെ അഭിനയിച്ചതാണെന്ന് മുത്തശ്ശി പറയുന്ന ടീം. മുത്തശ്ശിക്ക് ഒരു റെസ്റ്റോറന്റ് നടത്തുക എന്നതാണ് ആഗ്രഹം. വയസ്സായ കാലത്ത് കൂട്ടിലടച്ച കിളിയെ പോലെ കഴിയാതെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന ഷെമ്പ മുത്തശ്ശിയോട് എല്ലാവിധ സഹായങ്ങളും താൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ മുത്തശ്ശി ആഗ്രഹിച്ച കണക്ക് ഒരു റെസ്റ്റോറന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവളും യോണും കൂടി ഹണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ലൊക്കേഷൻ അവർ കണ്ടെത്തുന്നു. തുടർന്ന് അവർ ആ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൊറിയൻ ഡിഷസും ഇന്ത്യൻ ഡിഷസും അവിടെയുണ്ട്. കൊറിയൻ ഡിഷസ് ആ മുത്തശ്ശിയും ഇന്ത്യൻ ഡിഷസ് സെമ്പയും കൂടിയാണ് അവിടെ തയ്യാറാക്കുന്നത്. അത് നല്ല രീതിക്ക് അങ്ങനെ ഹിറ്റായി പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിലെ വ്ലോഗും കാര്യങ്ങളും എടുത്ത് യോണും ഉണ്ട്. പക്ഷെ അവന്റെ വ്ലോഗൊന്നും അത്ര സക്സസ്
സക്സസ് ആവുന്നില്ല. തുടർന്ന് അവന് വ്ലോഗിൽ കുറച്ചുകൂടെ നല്ല റീച്ച് കിട്ടാനായി കുറച്ച് ഐഡിയാസ് ഒക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഇന്ത്യയിൽ കൊറിയൻ ഫാൻസ് കുറേ ഉണ്ടല്ലോ, അപ്പോൾ അവരെയും കൂടി ടാർഗറ്റ് ചെയ്യുന്ന കണക്ക് ഇന്ത്യയിലെ എലമെന്റ്സും കൂടി ഉൾക്കൊള്ളിച്ച് കുറച്ച് വ്ലോഗ് എടുക്കാനായിട്ടാണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത്. 2 ലാംഗ്വേജ് ഉൾക്കൊള്ളിച്ച ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവൻ ഒരുപാട് നല്ല ഐഡിയ ആയി തോന്നുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ മുത്തശ്ശി ഇങ്ങനെ കറങ്ങി നടന്ന് റെസ്റ്റോറന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നും തന്നെ മുത്തശ്ശിയുടെ മകൻ അറിഞ്ഞിട്ടില്ല. മകനാകട്ടെ സ്ഥിരമായി മുത്തശ്ശിയുടെ വീട്ടിലായിരുന്നില്ല സ്റ്റേ ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ മകൻ ജോലി സംബന്ധമായി മറ്റൊരിടത്തേക്ക് കുറച്ച് നാളത്തേക്ക് പോവാണ്. അതുവരെ അമ്മയെ നന്നായി നോക്കണമെന്നൊക്കെ സെമ്പെ വിളിച്ച് പറയുമ്പോൾ അവൾ പിന്നെ നന്നായി നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. എന്തായാലും മകൻ ഇല്ലാത്തതിന്റെ ആ ഒരു കൂടുതൽ സ്വാതന്ത്ര്യം മുത്തശ്ശിയും അവളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു റെസ്റ്റോറന്റിന്റെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് അവിടേക്ക് മുത്തശ്ശിയുടെ മകൻ ഫുഡ് കഴിക്കാനായി വരുന്നുണ്ട്. കഴിക്കുന്ന ഫുഡ് തന്റെ അമ്മ വെച്ചിരുന്ന അതേ ഫുഡിന്റെ ടേസ്റ്റ് കണക്ക് തോന്നായാൽ ഒരു ഡൗട്ട് തോന്നി വേഗം മുത്തശ്ശിയെ വീട്ടിൽ ചെന്ന് നോക്കാനായി തുടങ്ങുമ്പോഴേക്കും അപ്പോഴേക്കും ഈ മകന് ഡൗട്ട് ആയിട്ടുണ്ടെന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ശെമ്പ മുത്തശ്ശിയെ കറക്റ്റ് വീട്ടിലെത്തിച്ച് നാടകം പൊളിയാതെ സേഫ് ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ ശെമ്പ പറഞ്ഞു കൊടുത്ത ഐഡിയ പ്രകാരം ഒരു മ്യൂസിക് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു യോൺ. പക്ഷെ അവരുടെ ആ ഒരു ബാൻഡിന് ചെറുതായി ഫണ്ടിന്റെ ഇഷ്യൂ വരുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് അവളായിട്ട് ഇത്രയും നാൾ അവിടെ ജോലി ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശി ഏൽപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അച്ഛന്റെ കടം വീട്ടാനായിട്ട് അവളത് കൊടുക്കണമെന്നാണ് വിചാരിച്ചിരുന്നത്, ആ ഒരു ലോണിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ അവൾ ഈ കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ അച്ഛന് കൊടുക്കാനുള്ള കാശ് നീ എന്തിനാ അവർക്ക് കൊണ്ടു കൊടുക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നതായി. ഞാൻ ആ കാശ് അച്ഛന് കൊടുത്താൽ ഞാൻ മാത്രമേ ഹാപ്പി ഉള്ളൂ, പക്ഷെ ഇപ്പൊ ഇവർക്ക് ഈ കാശ് കൊടുത്താൽ അവരെല്ലാവരും ഹാപ്പി ആവും, അത് ഇപ്പൊ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയെന്ന് അവളും പറയുന്നു. അങ്ങനെ അവൾ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ആ കാശും വാങ്ങി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ മകനും മരുമകളും അത് കാണുന്നു. ഇവളാകട്ടെ വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിച്ചോണ്ട് പോവുകയാണെന്നാണ് സത്യം അറിയാതെ അവർ തെറ്റിദ്ധരിക്കുന്നത്. അവളാകട്ടെ ഇയല്ല ഇത് എന്റെ കാശാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും അവരത് കേൾക്കാതെ അവളൊരു കള്ളിയായി മുദ്രകുത്തി ആ കാശ് എടുക്കാനായി നോക്കുമ്പോഴേക്കും അത്രയും നേരം മുറിയിൽ കിടക്കുകയായിരുന്ന മുത്തശ്ശി എഴുന്നേറ്റ് വന്ന് നിൽക്കുമ്പോൾ മകനും മരുമകളും ആകെ ഷോക്കാവുന്നു. മുത്തശ്ശിക്ക് നടക്കാൻ പറ്റുമെന്ന് അവർ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അവരെ പറ്റിച്ചതിന്റെ പേരിൽ അവർക്ക് മുത്തശ്ശിയുടെ നല്ല കലിപ്പുണ്ട്, അത് വലിയൊരു ഇഷ്യൂ ആയി അവിടെ മാറുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് വയ്യാണ്ടായി മുത്തശ്ശി താഴേക്ക് വീഴുമ്പോഴേക്കും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. നടന്ന പ്രശ്നങ്ങൾക്ക് താൻ വലിയൊരു കാരണമാണല്ലോ എന്ന് കുറ്റബോധം വന്ന ശെമ്പ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് മുത്തശ്ശിയെ കാണാനായി പോകുന്നുണ്ടെങ്കിലും മകൻ അവളെ കാണാനായി അനുവദിക്കുന്നില്ല. പക്ഷെ അവൾ കുറേ റിക്വസ്റ്റ് ചെയ്ത് ഒരുവിധം അകത്ത് കയറി കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ലൈഫിലേക്ക് തിരിച്ചു വരണം, ഒന്നും പറ്റില്ല, ഞാൻ അത്രയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു അവൾ പിന്നീട് അവിടെ നിന്ന് പോകുന്നത് യോണിനെയും കൂട്ടരെയും കാണാനായിട്ടാണ്. തുടർന്ന് അവർ ആ കാശ് വെച്ച് ഒരു കോൺസെർട്ട് കണക്കൊക്കെ അറേഞ്ച് ചെയ്ത് അതിലൂടെ അത്യാവശ്യം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേ ടീം തന്നെ ഒരു ന്യൂസ് അന്ന് വളരെ അപ്രതീക്ഷിതമായി ശെമ്പ കാണുന്നുണ്ടായിരുന്നു. അത് അവളുടെ ഗ്രാമം ഉണ്ടല്ലോ, അവിടെ വലിയൊരു ഇടിച്ചിലുണ്ടായി കുറെ പേർ മരിച്ചു എന്ന ന്യൂസ് ആണ്. തന്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് പറ്റിയെന്ന് അറിയാതെ ആകെ ടെൻഷൻ ആവുന്ന അവൾ വേഗം തന്നെ അവരെ കാണാനായി നാട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടെ അമ്മയും അച്ഛനും സേഫ് ആണെന്ന് കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സമാധാനം ആവുന്നുണ്ട്. തുടർന്ന് അച്ഛന്റെ ആ ഒരു സഹായിയോട് അവൾ സംസാരിക്കുന്ന ടീമാണ്. മണിയാണ് അച്ഛനും അമ്മയും കുറെ ഹെൽപ്പ് ചെയ്തത്, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതൊക്കെ അവനാണെന്നൊക്കെ ആ ഒരു സഹായി പറയുന്ന ടീം. അവൻ എന്നെ ഉപദ്രവിച്ചിട്ട് എന്തിനാ എന്റെ അച്ഛനും അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. തുടർന്ന് അവൾ മണി അവിടെ കാണുന്നുണ്ട്. ആ ടീം അവൻ അവളോട് ചെയ്ത തെറ്റിനൊക്കെ സോറി പറയുന്നുണ്ട്. നിനക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല, അതെനിക്കറിയാം, അത്രയും വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്, പക്ഷെ നിന്നോട് സോറി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല, എന്റെ അപ്പോഴത്തെ സാഹചര്യം മൂലം അങ്ങനെ ചെയ്യേണ്ടി വന്നതാണെന്നെല്ലാം അവൻ പറയുമ്പോൾ അതൊക്കെ കേട്ട് നിൽക്കുന്ന അവൾ അവനോട് തിരിച്ച് ദേഷ്യപ്പെടാതെ താങ്ക്സ് എന്നാണ് പറയുന്നത്. കാരണം അവൻ അവൾക്ക് ചെയ്ത ആ ഒരു ദ്രോഹം പിന്നീട് ഉർവശി ശാപം ഉപകാരം എന്ന രീതിക്ക് അവൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ടല്ല മാറിയത്. അവളുടെ ലൈഫ് പിന്നീട് കുഴപ്പമില്ല നല്ല രീതിക്ക് ആ കൊറിയയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്ക് സാധിച്ചിരുന്നല്ലോ. എന്തായാലും അങ്ങനെ അവൾ നന്നായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ യോണും കൂട്ടരും കൊറിയയിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് ബാൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങ് കൊടൈക്കനാലിലേക്ക് ശെമ്പെ കാണാനായി ഒക്കെ എത്തുന്നുണ്ട്. അച്ഛനും കൊടുക്കാനായി ചേർത്ത് വെച്ച കാശ് കൊണ്ടാണ് ഈ ഒരു ബാൻഡ് ഈ ഒരു നിലയിലേക്ക് മാറിയതെന്ന് മനസ്സിലാക്കുന്ന അച്ഛനും ആ കാശ് എനിക്ക് കിട്ടിയാലും സന്തോഷമുണ്ട്, നീ ചെയ്ത ഈ പ്രവൃത്തികളെ പറ്റി അറിയുമ്പോൾ എന്നെല്ലാം അവളോട് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം അവൾ പിന്നീട് തിരിച്ച് കൊറിയയിലേക്ക് എത്തുമ്പോഴേക്കും മുത്തശ്ശിയുടെ മരണവാർത്തയാണ് അറിയുന്നത്. മരിക്കുന്നതിന് മുന്നേ അവൾക്ക് വേണ്ടി ഒരു വോയിസ് നോട്ട് മുത്തശ്ശി അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്ന അവൾ അതിൽ മുത്തശ്ശിയുടെ അനുഗ്രഹം എന്നും അവളുടെ കൂടെ കാണും, അവൾക്ക് എല്ലാവിധ നന്മകളും ആശംസിച്ചിരിക്കുന്നത് കേട്ട് വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്തായാലും മുത്തശ്ശി അവളും കൂടി ഒന്നിച്ചിവിടെ നടത്തിയിരുന്ന റെസ്റ്റോറന്റ് അപ്പോഴേക്കും പൂട്ടിപ്പോയിരുന്നെങ്കിലും അത് വീണ്ടും തുടങ്ങി മുന്നോട്ട് നല്ല രീതിക്ക് പോകുന്ന ശെമ്പയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. പലപ്പോഴും ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ ഇനി മുന്നോട്ടില്ല എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് കൊണ്ടുവരിക. ആ ഒരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടാം. ബൈ.